വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുറുമ്പി കല്യാണി. ഇന്ന് നമ്മൾ ലാസ്റ്റ് ചെയ്ത പോലെ തന്നെ ഒരു ട്രാവൽ വ്ളോഗ് തന്നെയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ലാസ്റ്റത്തെ വീഡിയോ നിങ്ങൾ കണ്ട് സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഇത് നമ്മൾ അൺപ്ലാൻഡ് ഒന്നുമല്ല, പ്ലാനോട് കൂടെ തന്നെയാണ്. പക്ഷെ എന്നാലും ഞാനത് ആ സ്ഥലത്ത് എത്തുമ്പോൾ ഞാൻ കൂടുതലായിട്ട് ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളെ ഡെസ്റ്റിനേഷൻ ഓൾറെഡി ഇവിടെ എത്തി. വേറെ എവിടെയല്ല, ഷാർജ ഡെസർട്ട് പാർക്കിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഓൾറെഡി നമുക്ക് എൻട്രി പാസ് ഉണ്ട്. 15 dirhams ആണ് എൻട്രി പാസിന്. 75 ഫീൽസ് അതിൻ്റെ ബാറ്റും കൂടി ഇട്ട് 1575 dirhams ആണ് ഇവിടുത്തെ എൻട്രി പാസ്. ഇനി നമുക്ക് ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞങ്ങൾ ഓൾറെഡി ഇവിടെ വൈൽഡ് ലൈഫ് സെൻറ്ററിൻ്റെ അവിടെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇവിടെ നമുക്ക് 4 സെഗ്മെൻ്റ് ഉണ്ട്. ഈ 15 dirhamsൽ തന്നെ നമുക്ക് ഈ 4 കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇൻ കേസ് നമുക്ക് ഇന്ന്, അതായത് ഇവിടുത്തെ ടൈമിങ് നമുക്ക് 5:30 വരെ നമുക്ക് ഇവിടെ ടൈമിങ് അലോ ചെയ്തിട്ടുള്ളൂ. ഇൻ കേസ് നമ്മൾ ഇവിടെ കണ്ടു തീർന്നില്ല, ഈ 4 പാട്ടും നമ്മൾ കണ്ടു തീർന്നില്ല എന്നുണ്ടെങ്കിൽ 1 വീക്ക് നിങ്ങൾക്ക് വാലിഡിറ്റി ഉണ്ട്. ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ നമുക്ക് സെയിം ടിക്കറ്റ് വെച്ച് തന്നെ നമുക്ക് ഇതെല്ലാം കണ്ടു തീർക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. സോ ഇപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് വൈൽഡ് ലൈഫ് സെൻറ്ററിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് അവിടുത്തെ കാഴ്ചകളും കൂടി കാണാം. ഓക്കെ, അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള സ്ഥലത്തേക്ക് പോകാം. ലെറ്റ്സ് ഗോ. ഓക്കെ, അപ്പോൾ നമ്മൾ വൈൽഡ് ലൈഫ് സെൻറ്ററിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഓൾറെഡി അവർ പാസ് ഓൾറെഡി അവർ എൻട്രി ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഇവിടെ ഒരു 4 സെഗ്മെൻ്റ് ഉണ്ട്. ഇതിപ്പോൾ വൈൽഡ് ലൈഫാണ്. അപ്പുറത്ത് ബൊട്ടാനിക്കൽ ഗാർഡൻ, പിന്നെ കുറച്ച് നമ്മളെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള ആനിമൽസ്, അങ്ങനെ 4 തരത്തിലാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഓരോ ഭാഗത്തും ഓരോ ഇതിലും നമ്മൾ പോകുമ്പോൾ അവരിതുപോലെ നമുക്ക് ചെക്ക് ഇൻ ചെയ്ത് തരും. നമ്മൾ ഈ പാസ് നമ്മൾ ഇവിടെ നിന്ന് പോകുന്ന വരെ നമ്മളത് കയ്യിൽ സൂക്ഷിക്കണം. ഓക്കെ, ദെൻ ഇനി പറയാനുള്ളത്, ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ ആനിമൽസിനെയും പ്രതീക്ഷിക്കരുത്. നമ്മൾ ഗൾഫ് കൺട്രീസിൽ കണ്ടുവരുന്ന ആനിമൽസ്, അങ്ങനത്തെ സംഭവങ്ങളായിരിക്കും ഇവിടെ കൂടുതലും കാണുക. ജീവികൾക്കും അവർക്ക് ജീവിക്കേണ്ട, അവർക്ക് ആവശ്യമായിട്ടുള്ള ടെമ്പറേച്ചർ, ലൈറ്റ്, അതെല്ലാം സെറ്റ് ചെയ്തിട്ടാണ് അവർ ഓരോ കൂടും നിർമ്മിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവുന്നതാണ്. ഈവൻ നമുക്ക് ഇവിടെ സൈഡിലായിട്ട് അവരുടെ ഡിസ്ക്രിപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അത് റെഡ് കളറാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഡേഞ്ചറാണ്. പ്ലസ് നമ്മളുടെ ആ ഡേഞ്ചർ സിമ്പിൾ കൂടി ഉണ്ടെങ്കിൽ ഭയങ്കര അപായമായിരിക്കും. അപ്പോൾ ഓരോന്നിൻ്റെ ഡിസ്ക്രിപ്ഷൻസ് അതിൻ്റെ സൈഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അവർക്ക് വേണ്ട ഫുഡ്, അവരെവിടെ കണ്ടുവരുന്നു, അങ്ങനത്തെ ഓരോ കാര്യങ്ങളും ഇവിടെ ഓൾറെഡി ഡിസ്ക്രൈബ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്പെഷ്യൽ അതിഥിനെ കാണാം. ഇയാൾ എപ്പോഴും ഇങ്ങനെ തന്നെയായിരിക്കും. ഈ ഒരു ഡാൻസുമായിട്ടുള്ള നിപ്പായിരിക്കും. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഇങ്ങനെ തന്നെയായിരുന്നു. ഇതൊരു ലത്തീൻ സ്പൈനി ടെയിൽ ലിസാർഡാണ്.
റെപ്റ്റൈൽസിൻ്റെ അതുപോലെ തന്നെ ഇൻസെക്ട്സ് അങ്ങനത്തെ ആ ഒരു ഏരിയ കഴിഞ്ഞു. നെക്സ്റ്റ് ഇനി നമ്മൾ പോകുന്നത് ഭയങ്കരമായിട്ടും രസകരമായിട്ടുള്ള ഒരു സംഭവമാണ്, ബേർഡ്സ് ആണ്. പക്ഷേ നിങ്ങൾക്ക് അതിൻ്റെ അവർ സെറ്റ് ചെയ്തിട്ടുള്ള അവരുടെ അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ശരിക്കും കാണുമ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക, നമുക്ക് പറയാൻ പറ്റില്ല, നമുക്ക് നേരിട്ട് കാണാം. ഓക്കെ, സോ ഇന്ന് ഒരു വർക്കിംഗ് ഡേ ആണ്, അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇവിടെ അത്ര റഷ് ഇല്ലാത്തത്. അതുപോലെ തന്നെ ട്യൂസ്ഡേ ആണ് ഇവിടെ വർക്കിംഗ് അല്ലാത്ത ദിവസം. ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളിലും ഉണ്ട്. ഫ്രൈഡേ, സാറ്റർഡേ 1:30 to 5:30 ആണ് ഇവിടുത്തെ ടൈമിങ്. നോർമൽ ഡേയ്സിൽ ട്യൂസ്ഡേ ഒഴികെ, ട്യൂസ്ഡേ ഇവിടെ ഹോളിഡേ ആണ്. നോർമൽ ഡേയ്സിൽ മോർണിംഗ് 9:30 to ഈവനിങ് 5:30 അതാണ് ഇവിടുത്തെ ടൈമിങ്. നമുക്ക് അധികം ഈ രാത്രി അങ്ങനെയൊന്നും നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. 5:30 ഇവിടെ ഓൾറെഡി ക്ലോസ് ചെയ്യും. അതാണ് ഞാൻ പറഞ്ഞത്. ഇൻ കേസ് ഇനി നമുക്ക് ഇതെല്ലാം ഇതിപ്പോൾ ഒരു സെഗ്മെൻറ്റ് മാത്രമായിട്ടുള്ളൂ. ഇനി ഇങ്ങനത്തെ 3 ടൈപ്പിൽ നമുക്ക് വേറെ കാണാനുണ്ട്. നമുക്ക് കണ്ടു കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരാഴ്ചത്തെ ടൈമിംഗ് ഉണ്ട്. ആ സെയിം ടിക്കറ്റ് തന്നെ നമ്മൾ വേറെ പേ ചെയ്യേണ്ട കാര്യമില്ല. സെയിം ടിക്കറ്റ് തന്നെ നമുക്ക് യൂസ് ചെയ്ത് നമുക്കത് കണ്ടു തീർത്തിട്ട് ഇവിടുന്ന് പോയാൽ മതി. നമ്മൾ വീണ്ടും വരണം എന്നുള്ളൊരു കുറവ് മാത്രമേ അതിലേ ഉള്ളൂ. പക്ഷെ അതല്ലാതെ വേറെ നമുക്കൊരു എക്സ്പെൻസ് ഒന്നും ഇവിടെ ഇല്ല. സോ ഇനി നമ്മൾ ഇത്രയും വെളിച്ചവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കണ്ടു. ഇതിൻ്റെ അകത്ത് തന്നെ ഒരു ഇരുട്ടറവ് കൂടിയുണ്ട്. കാരണം ഇവിടെ വേറെ ഒന്നുമല്ല, ഇവിടെയാണ് നമ്മുടെ ബാറ്റ്, നമ്മുടെ വവ്വാലും കാര്യങ്ങളൊക്കെ ഉള്ളത്. കാരണം അവർക്ക് ഇരുട്ടാണല്ലോ വേണ്ടത്. സോ അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള ഇരുട്ടും കാര്യങ്ങളും ഡാർക്ക്നെസ്സും എല്ലാം ഇവരിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് കാണാം. ഓക്കെ, അപ്പോൾ നമുക്കിനി വീണ്ടും ഒരാളിവിടെ തൂങ്ങി കിടക്കുന്നുണ്ട്. നമ്മളങ്ങനെ അയാളെ കണ്ടുമുട്ടി. സോ അപ്പോൾ കാണാമല്ലോ നിങ്ങൾക്ക് എൻ്റെ ബാക്കിലെ ഈ സീൻ. അപ്പോൾ ഇത്രയും ഓപ്പൺ ഏരിയ ആണ്. അവരെ ഒരു കൂട്ടിലിട്ട് വളർത്തുന്നു, കൂട്ടിലടച്ച് വളർത്തുന്നു, അങ്ങനത്തെ ഒരു ഫീലൊന്നും അവർക്ക് ഉണ്ടാവില്ല. ഇവിടുത്തെ ഇവിടുത്തെ ബേർഡ്സ് തന്നെ അവർ ഇവിടെ പറന്ന് പോയിട്ട് ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരും, അങ്ങനെയുണ്ട്. സോ അപ്പോൾ നമ്മൾ റെസ്റ്റ് എടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ചെറിയൊരു സ്നാക്സൊക്കെ കഴിച്ച് നമ്മൾ യാത്ര വീണ്ടും തുടങ്ങുകയാണ്. സോ ഇനി നമ്മൾ ഇവിടെ വന്ന് ചേർന്നിട്ടുള്ളത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, വെയിറ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ 4 കാറ്റഗറീസ് ആണ് ഇവിടെ ഉള്ളത്. നമ്മളൊരു കാറ്റഗറി 1 ഞാൻ കണ്ട്.
അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ വന്നപ്പോൾ തന്നെ നമുക്ക് 4 കാറ്റഗറീസാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഒരു കാറ്റഗറി നമ്മൾ കണ്ടു, വൈൽഡ് ലൈഫും കാര്യങ്ങളായിട്ടുള്ള നമ്മൾ അവിടെ കണ്ടു. ഇനി നെക്സ്റ്റ് കാറ്റഗറിയിലൂടെ നമ്മൾ പോവുകയാണ്. ഇത് ചിൽഡ്രൻസ് ഫാം, അതായത് നമുക്ക് ഡൊമസ്റ്റിക് ആയിട്ടുള്ള ആനിമൽസ്, ഡൊമസ്റ്റിക്കായിട്ട് നമ്മൾ കണ്ടുവരുന്ന ആനിമൽസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. നമുക്ക് അവരെ കാണാം, ഫീഡൊന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ജസ്റ്റ് നമുക്ക് അവരെ കാണാം, ടച്ച് ചെയ്യാം. ഓക്കെ, നമുക്ക് കൂടുതൽ കാഴ്ചകളോട്ട് നമുക്ക് പോവാം. നമ്മളപ്പോൾ അങ്ങോട്ട് എൻ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടെ നമ്മൾ ആ സെയിം ടിക്കറ്റ് തന്നെ നമ്മൾ ഇവിടെ കാണിച്ചാൽ മതി. അപ്പോൾ അവർ ഓൾറെഡി അതിൽ സീൽ ചെയ്യും, നമുക്ക് ഓൾറെഡി ചെക്കിങ് ചെയ്യും. അപ്പോൾ അങ്ങനെ മൊത്തം നമ്മളെല്ലാം കണ്ടു കഴിയുമ്പോൾ 4 സീലാണ് നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ ചിൽഡ്രൻസ് ഫാമിൻ്റെ ഒരുവിധം നമ്മൾ കണ്ടു കഴിഞ്ഞു. അധികം നമ്മൾ നേരത്തെ കണ്ട പോലെ വിപുലമായിട്ടൊന്നുമില്ല, പക്ഷെ എന്നാലും അത്യാവശ്യത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെയുള്ളൂ. പിന്നെ ഇത് ഫെദേഴ്സ്, അങ്ങനെ ഇതിൻ്റെ അകത്ത് വന്നു കഴിയുമ്പോൾ നമുക്ക് ഓരോന്നിൻ്റെയും ഫെദേഴ്സ്, അതുപോലെ തന്നെ നമുക്ക് ഓരോ വർക്ക്ഷോപ്സും ഓരോ സ്കൂൾ വിസിറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അവരുടെ വർക്ക്ഷോപ്സും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഫോട്ടോസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് ചെറിയൊരു കുട്ടികൾക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്ലേ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മോഡിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെയാണ്. സോ നമുക്ക് അപ്പോൾ സെക്കൻഡ് കാറ്റഗറിയും ഇവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് തേർഡ് കാറ്റഗറിയിലോട്ട് നമുക്ക് പോകാം. തേർഡ് കാറ്റഗറി പറയുമ്പോൾ ഇവിടുത്തെ ഒരു മ്യൂസിയം പോലെയാണ്, അതായത് ഹിസ്റ്റോറിക്കലായിട്ടുള്ള കാര്യങ്ങളും ഒരു മ്യൂസിയം, അതാണ് തേർഡ് കാറ്റഗറി. നമ്മളിപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ തേർഡ് കാറ്റഗറി, ഷാർജ നാച്ചുറൽ ഹിസ്റ്ററി ആൻഡ് ബൊട്ടാനിക്കൽ മ്യൂസിയം. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ചുകൂടെ ടൈം സ്പെൻഡ് ചെയ്യാനുണ്ട്. മ്യൂസിയം കാര്യങ്ങളും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. ഓക്കെ, നമുക്ക് ഏതായാലും ഇനിയിപ്പോൾ ഇവിടേക്ക് നമുക്ക് ഈ മ്യൂസിയത്തിലോട്ട് നമുക്കൊന്ന് പോയി നോക്കാം.
ഇത് ഒറിജിനലാ? അപ്പോൾ ഇതിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ മ്യൂസിയം, അതായത് മെയിനായിട്ടുള്ള ഹിസ്റ്റോറിക്കലായിട്ടുള്ള കാര്യങ്ങൾ, ഡെസേർട്ടിലെ ഒരു A to Z കാര്യങ്ങൾ, ഇപ്പോൾ അവിടുത്തെ സാൻഡ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സാൻഡ്, അതുപോലെ തന്നെ സ്റ്റോൺസ്, പിന്നെ അവിടെ കണ്ടുവരുന്ന ആനിമൽസ്, അങ്ങനെ എല്ലാം ഒരു ഡെസേർട്ടിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ, അതുപോലെ തന്നെ എർത്ത് ക്വേക്ക് ഉണ്ടാകുമ്പോൾ ഉള്ള കാര്യങ്ങൾ, അതെല്ലാം ഒരു മ്യൂസിയത്തിൻ്റെ രീതിയിൽ ഇവരിവിടെ കാണിച്ചിരിക്കുന്നതാണ്.
അപ്പോൾ നമ്മൾ ഈ മ്യൂസിയത്തിൽ നിന്ന് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ്. ഇനി നെക്സ്റ്റ് ലാസ്റ്റ് കാറ്റഗറി നമ്മുടെ ബൊട്ടാനിക്കൽ ഗാർഡൻ, അതും കൂടി ഉള്ളൂ. അതുകൂടി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം നമ്മളുടെ ഇവർ അനുവദിച്ചിരിക്കുന്ന ടൈം നമുക്കാവും. ഇപ്പോൾ ഓൾറെഡി വെയിറ്റ് ടൈം 4:45 ആയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, നമുക്കിനി ബൊട്ടാനിക്കൽ ഗാർഡനിലേക്ക് കാണാം. അപ്പോൾ വീണ്ടും നമ്മൾ ലാസ്റ്റ് കാറ്റഗറിയിലേക്ക് എത്തിയിരിക്കുകയാണ്, ബൊട്ടാനിക്കൽ ഗാർഡൻ. ഇവിടെ മെയിനായിട്ട് ഇതൊക്കെ തന്നെയാണ്, അതായത് ചെടികളും പൂക്കളും പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് മനോഹരമായിട്ടുള്ള ലൊക്കേഷൻസ്. നമുക്ക് ശരിക്കും ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയൊരു ലൊക്കേഷനാണ്. നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും കാഴ്ചകൾ കണ്ടു. ഞാൻ പറഞ്ഞു ടൈമിങ് മോർണിംഗ് 9:30 to ഈവനിങ് 5:30 വരെയാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ എങ്ങനെയാണ് അവർക്ക് ഫീഡ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇതിൻ്റെ ക്ലീനിങ് കാര്യങ്ങളൊന്നും നമുക്ക് അറിയില്ല. അപ്പോൾ നമുക്ക് ഇവരോട് തന്നെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഓക്കെ, Okay. You want me to talk about feeding? Yeah. For the animals, the first section, the doors open from upside, and we feed the animals twice on the day. For the small animals, but the mammals or the big animals, it is once a day, and that happens on the afternoon after we start on 5 o'clock. Some visitors will be able to see the feeding of some of the animals, except the big ones, the big mammals or the white animals. We start that after 6 o'clock or after 6:30. We have 2 doors. One which will take you to the cage where we put the animals, where we put the food for the animals, and the second door which will take you to the animal and the display where you can see the animals here. So what about the cleaning and all? Cleaning, it's happen every day on morning. That's for small cleaning. Some if there is drops or dead animals, we clean it. We just check every day. For the big cleanings, we clean the soil, we clean the rocks, the plants, we change the animals. That's happen every Tuesday. Yeah. അപ്പോൾ ഇങ്ങനെയാണ് ക്ലീനിങ്ങും അതുപോലെ തന്നെ അവരെങ്ങനെയാണ് ഫീഡിങ്ങും കാര്യങ്ങളെല്ലാം. മേലെ 2 ഡോറുണ്ട്, അതിൽ കൂടിയാണ് നമ്മൾ സ്നേക്കിനെല്ലാം ഫുഡ് മേലെ ആ ഡോർ ഓപ്പൺ ചെയ്തിട്ടാണ് ഫുഡ് ഇട്ട് കൊടുക്കുന്നത്. അതൊക്കെയാണ് ഇവർ പറഞ്ഞത്. സോ നമുക്കിനി നെക്സ്റ്റ് സെക്ഷനിലോട്ട് നമുക്ക് കിടക്കാം. അപ്പോൾ thanks for most welcome, and we hope to see you again. Of course. Thank you so much. Welcome.
അപ്പോൾ കണ്ടല്ലോ, ഒരുവിധം മാക്സിമം കവർ ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ഇതിൽ കവർ ചെയ്തിട്ടുണ്ട്. നമുക്കൊരു 15 dirhams 75 ഫീൽസ് മുടക്കി ഇത്രക്കധികം നമുക്ക് കാഴ്ചകൾ കാണാൻ പറ്റുന്ന ഒരു സ്ഥലം വേറെ ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരു ദിവസം നമുക്ക് മാക്സിമം ഇവിടെ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും. 4 വ്യത്യസ്തമായ കാറ്റഗറീസ് നമുക്ക് പോയി വരുമ്പോൾ ഇപ്പോൾ തന്നെ ഇതാ ഇവിടെ ഞങ്ങൾ ഒരുവിധം വേഗത്തിൽ ഞങ്ങൾ ഷൂട്ട് ചെയ്ത് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് തന്നെ ഇതാ ഇപ്പോൾ സമയം ഇവിടെ 5 മണിയായി. ഞങ്ങളിവിടെ ഒരു 1:30 ഒക്കെ റേഞ്ചിലായപ്പോൾ ഞങ്ങളിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മൾ ഫുഡും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അങ്ങനെ ശരിക്കും നമുക്ക് എന്താ പറയുക, ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സംഭവമാണ് ഇവിടെ. അപ്പോൾ UAE-ലുള്ള ആരെങ്കിലും ഇവിടെ വരാത്തവരുണ്ടെങ്കിൽ, വന്നവരുണ്ടായിരിക്കാം, ഇൻ കേസ് ആരെങ്കിലും ഇവിടെ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് ഇവിടെ വിസിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഒരാൾക്കൊരു 15 dirhams അത്രയേ ഉള്ളൂ ഇവിടെ. പക്ഷെ നമുക്ക് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ദിവസം കംപ്ലീറ്റ് നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതിമനോഹരമായ ലൊക്കേഷനും അതിമനോഹരമായ കാഴ്ചകളും എല്ലാം ഉണ്ട്. നമുക്ക് ഈവൻ എന്താ പറയുക, ഇപ്പോൾ ഫുഡ് കഴിക്കുന്ന ഒരു ഏരിയ, ശരിക്കും ബാർബിക്യൂ ഒന്നും നമുക്കിവിടെ പറ്റില്ല, എന്നാലും ഫാമിലി ആയിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണ്. അപ്പോൾ എല്ലാവരും ഇവിടെ വരിക. ഓക്കെ, വന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം ഈ വീഡിയോയുടെ കമൻറ്റ്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ഞങ്ങളിപ്പോൾ ഇത് കഴിഞ്ഞു. ഞങ്ങൾ മാക്സിമം ഇന്നൊരു ദിവസം കൊണ്ട് ഞങ്ങൾ വേഗം ഷൂട്ട് ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ നേരാക്കിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞില്ല, ഇൻ കേസ് ഇത് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീക്ക് തീരുന്നതിന് മുമ്പേ നിങ്ങൾക്ക് തിരിച്ചു ഒന്നുകൂടെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. 4 കണ്ട് കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ. കാരണം നമ്മളെ ടിക്കറ്റിൽ 4 സീലും അവർ ഓൾറെഡി ഇപ്പോൾ വെച്ച് കഴിഞ്ഞു. കാരണം നമ്മൾ 4 നമ്മൾ കവർ ചെയ്തു. സോ ഇൻ കേസ് അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഇപ്പോൾ 2 അല്ലെങ്കിൽ 3 കണ്ടു കഴിഞ്ഞു എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒരു 1 വീക്ക് നമുക്ക് ടൈമുണ്ട്. അതിനുള്ളിൽ നമുക്ക് വന്ന് കണ്ടാലും മതി. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ വരാത്തവരെല്ലാം ഇവിടെ വരിക. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം എന്നോട് പറയുക, ഷെയർ ചെയ്യുക. സോ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഞങ്ങളിപ്പോൾ ഇത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. സോ നെക്സ്റ്റ് എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.